നമസ്കാരം. ന്യൂസിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യോൽപാദനശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച്. കേരളം കണ്ട വലിയ മദ്യ കുംഭകോണങ്ങളിൽ ഒന്നാണ് എലപ്പുള്ളിയിലേതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കരിമ്പട്ടികയിൽപ്പെട്ട ഒയാസിസിന് അനുമതി നൽകി ഉത്തരവിറക്കിയത് 24 മണിക്കൂർ കൊണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് NOC നേടിയത് ജല അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വെളിപ്പെടുത്തൽ. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിലാണ് ഒയാസിസ് അനുമതി നേടിയതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ഉത്തരവ് സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല. കോളക്കമ്പനിയെ നാട്ടിൽ നിന്ന് കെട്ടിക്കെട്ടിച്ചവരാണ് അനുമതി നൽകിയതെന്ന് ചെന്നിത്തലയുടെ വിമർശനം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം നൽകാനുള്ള നീക്കത്തിനെതിരെ BJPയുടെ പ്രതിഷേധം. കൽമണ്ഡപത്തുള്ള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ BJPയുടെ പ്രതിഷേധം. കുടിവെള്ളം മദ്യനിർമ്മാണത്തിന് നൽകാൻ അനുവദിക്കില്ലെന്ന് പ്രവർത്തകർ. എറണാകുളം കൂത്താട്ടുകുളത്ത് വനിതാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. ഭരണപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തിൽ രോഷാകുലനായി പ്രതിപക്ഷ നേതാവ്. ഭരണപക്ഷ ബെഞ്ച് അഭിനവ ദുശാസനന്മാരായി മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മാരാമൺ കൺവെൻഷന്റെ ഭാഗമായുള്ള യുവവേദി പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒഴിവാക്കി. മതിയായ കൂടിയാലോചനയില്ലാതെ VD സതീശനെ ക്ഷണിച്ചതിൽ മാർത്തോമാ സഭയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതിനെ തുടർന്നാണ് നീക്കം. AICC അധ്യക്ഷ പദവിയിൽ കടിച്ചു തൂങ്ങില്ലെന്ന് K സുധാകരൻ. AICCക്ക് ആരെ വേണമെങ്കിലും അധ്യക്ഷനാക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും മുഖ്യമന്ത്രിയാകാനും താനില്ലെന്നും K സുധാകരൻ. പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ച നടന്നിട്ടില്ലെന്നും KPCC അധ്യക്ഷൻ. സർക്കാരിനെതിരെ CPI മുഖപത്രം ജനയുഗത്തിൽ ലേഖനം. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിൽ സർക്കാർ പരാജയമെന്നും ജീവനക്കാരുടെ സേവന വേതനാവകാശങ്ങൾ സംരക്ഷിച്ചില്ലെന്നും ലേഖനത്തിൽ വിമർശനം. തൃശൂർ വെറ്റിലപ്പാറയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സ നൽകും. കുങ്കിയാനകളായ വിക്രമും സുരേന്ദ്രനും മേഖലയിലേക്ക്. ദൌത്യസംഘത്തിൽ ഡോക്ടർ അരുൺ സക്രയെയും. വെറ്റിലപ്പാറയിലെ ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാന എത്തിയതിന്റെ പുതിയ ദൃശ്യങ്ങൾ 24-ന്. പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷ വിധിച്ച കോടതി വിധിക്കെതിരെ പ്രതി ഗ്രീഷ്മ അപ്പീൽ നൽകുന്നതിൽ തീരുമാനമുടൻ. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിച്ചത് നിലനിൽക്കില്ലെന്ന നിലപാടിലാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകർ. റോപ്പ് വേ പൂർത്തിയാകുന്നതോടെ ശബരിമലയിൽ ഡോളി സംവിധാനം അവസാനിപ്പിക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. 1 മാസത്തിനുള്ളിൽ ശിലാസ്ഥാപനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിൽ K സുധാകരന്റെ മൊഴിയെടുക്കാൻ പോലീസ്. NM വിജയൻ KPCC അധ്യക്ഷന് കത്ത് നൽകിയിരുന്നു എന്നതിൽ വ്യക്തത വരുത്തും. ചോദ്യം ചെയ്യലിന് നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് K സുധാകരൻ. നാളെ NM വിജയന്റെ വീട് സന്ദർശിക്കുമെന്നും KPCC അധ്യക്ഷൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരുടെ ലിസ്റ്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചു. ലിസ്റ്റ് സംസ്ഥാനതല സമിതി പരിശോധിക്കും. ഇതിനുശേഷം ഇവർ മരിച്ചതായി കണക്കാക്കി സർക്കാർ ഉത്തരവിറക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രകടന പത്രികയുടെ 2ാം ഭാഗം പുറത്തിറക്കി. BJP നേതാവ് അനുരാഗ് ഠാക്കൂറാണ് സങ്കൽപ് പത്രികയുടെ 2ാം ഭാഗം പുറത്തിറക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉപരാഷ്ട്രപതിയും മഹാകുംഭമേളയിൽ പങ്കെടുക്കും. അടുത്ത മാസം 5-നായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്ന് റിപ്പോർട്ടുകൾ. മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. 15 ദിവസത്തിന് ശേഷം പദയാത്രയ്ക്ക് ശേഷമായിരിക്കും കൂടിക്കാഴ്ച. മുനമ്പത്തെ ഡിജിറ്റൽ സർവേയെ ഭൂസംരക്ഷണ സമിതി എതിർത്തു. തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തി. കായംകുളം സ്വദേശി ആതിരയാണ് കൊല്ലപ്പെട്ടത്. ക്ഷേത്ര പൂജാരിയായ ഭർത്താവ് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടത്. കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് മോഷ്ടിച്ച ക്രെയിൻ കോട്ടയത്ത് നിന്ന് പിടികൂടി. രാമപുരം ഐൻകൊമ്പിൽ വെച്ചാണ് ക്രെയിൻ പിടികൂടിയത്. പൊൻകുന്നം സ്വദേശി ബിബിൻ, എരുമേലി സ്വദേശി ജോസഫ് മാർട്ടിൻ എന്നിവർ കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. വിദ്യാർത്ഥികളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീർ ഷായുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുടകിൽ നിന്നാണ് പിടികൂടിയത്. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. പോക്സോ കേസിൽ കോഴിക്കോട് കസബ പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്.
വഞ്ചിയൂർ വെടിവെപ്പ് കേസിൽ പ്രതി സുജിത് പിടിയിൽ. പ്രതിയായ വനിതാ ഡോക്ടറുടെ പീഡന പരാതിയിൽ സുജിത്തിനെ കൊല്ലം കണ്ണനല്ലൂർ പോലീസാണ് പിടികൂടിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു കസ്റ്റഡി. കോയമ്പത്തൂരിൽ കനാൽ നിർമ്മാണത്തിനിടെ വീടുകൾ തകർന്നു വീണു. അപകടം രതിനപുരത്തെ സമ്പത്ത് സ്ട്രീറ്റിൽ. നേരത്തെ വീട്ടിലുണ്ടായിരുന്നവരെ ഒഴിപ്പിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വാഹനാപകടത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് പട്ടള സ്വദേശി അജിത്. ഒഡീഷയിലെ നുവാപാഡ ജില്ലയിൽ 16 മാവോയിസ്റ്റുകളെ വധിച്ച സുരക്ഷാസേന. തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാവും കൊല്ലപ്പെട്ടു. ഒഡീഷ ഛത്തീസ്ഗഡ് സംയുക്ത സേനയുടെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം. കൊല്ലത്തെ അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ പോലീസിന്റെ റെയ്ഡ്. ഗാർഹിക സിലിണ്ടറിൽ നിന്ന് വാണിജ്യ സിലിണ്ടറിലേക്ക് ഗ്യാസ് നിറയ്ക്കുന്ന കേന്ദ്രത്തിൽ ചിത്തറ പോലീസ് പരിശോധന നടത്തി. 172 ഗ്യാസ് സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. എറണാകുളം കുന്നത്തുനാട് വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കുളം സ്വദേശി നിഷയെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് നാസർ കസ്റ്റഡിയിൽ. മെഡിക്കൽ മാലിന്യം തള്ളിയതിൽ കേരളത്തോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ. ഹരിത ട്രൈബ്യൂണൽ ബെഞ്ചിന് മുന്നിലാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. നഷ്ടപരിഹാരം നൽകുന്നതിൽ എന്ത് നടപടിയെടുത്തെന്ന് കേരളം വിശദീകരിക്കണമെന്ന് ഹരിത ട്രൈബ്യൂണൽ. കരുവന്നൂർ സർവീസ് സഹകരണ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റു. അഴിമതിയെ തുടർന്ന് ഭരണസമിതി പിരിച്ചുവിട്ടതിന് ശേഷം ചുമതലയേൽക്കുന്ന 3ാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണിത്. ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാവ് RL ശ്രീലാലാണ് പുതിയ കമ്മിറ്റിയുടെ കൺവീനർ. കാന്താര സെക്കൻഡ് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് പിഴ ചുമത്തി കർണാടക വനംവകുപ്പ്. വനമേഖലയിൽ അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിനാണ് നടപടി. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കോഴിക്കോട് താമരശ്ശേരിയിൽ കാട്ടുപന്നിക്കൂട്ടം സ്കൂട്ടർ യാത്രികൻ ഇടിച്ചു വീഴ്ത്തി. യാത്രികൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പന്നിക്കൂട്ടം തൊട്ടടുത്ത വീട്ടുമുറ്റത്തേക്ക് ഓടിക്കയറുകയായിരുന്നു. തിരുവനന്തപുരം ബാലരാമപുരത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചത് കോവളം സ്വദേശി സരിത. അപകടം ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച്. മലപ്പുറം എടപ്പാളിന് സമീപം മാണൂരിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച അപകടം. 30ഓളം പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് പന്തിരാങ്കാവിൽ കത്തി കാണിച്ച യുവതിയുടെ പണവും ആഭരണങ്ങളും കവർച്ച നടത്താൻ ശ്രമിച്ച പ്രതി കസ്റ്റഡിയിൽ. ഫറൂഖ് സ്വദേശി സുബിൻ ദാസിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. മലപ്പുറം പുളിക്കലിൽ ബസ് നശിപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. മിഥുൻ, അമൽ, രാകേഷ് എന്നിവരെയാണ് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബസ്സുകൾ തമ്മിൽ ഉരസിയതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 2019-23 ബാച്ചിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സെലസ്റ്റിയ ഈ മാസം 23 നടക്കും. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് സുവർണ ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ നിഷ ജേക്കബ് അധ്യക്ഷത വഹിക്കും. കേരള ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ VV ഉണ്ണികൃഷ്ണൻ കോൺവക്കേഷൻ അഡ്രസ് ചെയ്യും. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് 102ാം ജനറൽ കൺവെൻഷന് തുടക്കം. ഡോക്ടർ ഷിബു K. മാത്യുവിന്റെ അധ്യക്ഷതയിൽ കേരള സ്റ്റേറ്റ് ഓവർസിയർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 26-ന് കൺവെൻഷൻ സമാപിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രജിൻ S. ഉണ്ണിത്താന് ശ്രേഷ്ഠ പുരസ്കാരം. മുൻ മന്ത്രിയും പ്രഭാത് ബുക്ക് ഹൌസ് ചെയർമാനുമായ C. ദിവാകരൻ പുരസ്കാരം കൈമാറി. ജീവകാരുണ്യ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ചതിനാണ് രജിൻ S. ഉണ്ണിത്താന് പുരസ്കാരം. സ്കൂൾ രജിസ്റ്റർ മോഷ്ടിച്ച സംഭവത്തിൽ ജീവനക്കാരന് സസ്പെൻഷൻ. കിളിമാനൂർ RRV ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് അറ്റൻഡർ സജീവ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കാറിൽ അപകടകരമായി യാത്ര ചെയ്ത യുവാക്കളുടെ റീൽസ് ചിത്രീകരണം. കോഴിക്കോട് വളയം നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് സംഭവം. ദൃശ്യങ്ങൾ 24. കൊല്ലം അഞ്ചൽ കരികോൺ കാട്ടരഴികത്ത് വീട്ടിൽ T. സുരേന്ദ്രൻ പിള്ള അന്തരിച്ചു. 62 വയസ്സായിരുന്നു. 24 ചീഫ് റിപ്പോർട്ടർ S. ശ്രീകാന്ത് മകനാണ്. M. രമാദേവിയാണ് ഭാര്യ. ശ്രീറാം, ശ്രീലക്ഷ്മി എന്നിവരാണ് മറ്റു മക്കൾ. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് അഞ്ചൽ കരികോൺ കാട്ടരഴികത്ത് വീട്ടിൽ നടക്കും. ഇനി പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം എബ്രഹാം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ജൂനിയർ ഹിന്ദി അധ്യാപക ഒഴിവുണ്ട്. അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. കണ്ണൂർ ജില്ലയിലെ പുരിങ്ങത്തൂരിൽ അടുത്ത മാസം 20 വരെ ഗതാഗത നിയന്ത്രണം അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ. പാലക്കാട് ജില്ലയിലെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST സോഷ്യൽ സയൻസ് തസ്തികയിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഈ മാസം 23 വരെ അപേക്ഷ നൽകാം. നോക്കാം ദേശീയ വാർത്തകൾ.
ഡൊണാൾഡ് ട്രംപിന് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരിക്കൽ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ. ഉത്തർപ്രദേശിൽ STF സംഘവും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടൽ, 4 പേർ കൊല്ലപ്പെട്ടു. നിരവധി കൊലപാതക കവർച്ചാ കേസുകളിലെ പ്രതികളാണ് കൊല്ലപ്പെട്ടത് എന്ന് STF അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ കോൺഗ്രസിന്റെ മെഗാ റാലി. കർണാടകയിലെ ബെലഗാവിൽ നടക്കുന്ന റാലിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. പ്രമുഖ തെലുങ്ക് സിനിമാ നിർമ്മാതാവ് ദിൽ രാജുവിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. പുഷ്പ 2 നിർമ്മാതാക്കളുടെ സ്ഥാപനങ്ങളിലും റെയ്ഡ്. ഡൊണാൾഡ് ട്രംപിന്റെ രൂപത്തിൽ വജ്രം പുറത്തിറക്കി സൂററ്റിലെ ഗ്രീൻ ലാബ് ഡയമണ്ട്സ്. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ആശംസയുമായാണ് വജ്രം പുറത്തിറക്കിയത്. രാജസ്ഥാനിലെ കോട്ടയിൽ യുവതിക്ക് നേരെ യുവാവിന്റെ ആസിഡ് ആക്രമണം. മുൻവൈരാഗ്യമാണ് ആക്രമണ കാരണമെന്ന് പോലീസ്. 50% പൊള്ളലേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹിയിലെ ദ്വാരകയിൽ യുവാവിനെ കുത്തിക്കൊന്നു. ദാബ്രി സ്വദേശി വിവേകാണ് കൊല്ലപ്പെട്ടത്. അന്വേഷണം ആരംഭിച്ച് പോലീസ്. രാജ്യാന്തര വാർത്തകൾ. ഭരണമേറ്റതിനു ശേഷം സുപ്രധാന ഉത്തരവുകൾ പുറപ്പെടുവിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്യാപിറ്റോൾ കലാപത്തിൽ പങ്കെടുത്ത 1600ഓളം കുറ്റവാളികൾക്ക് മാപ്പ് നൽകി. വെസ്റ്റ് ബാങ്കിൽ അനധികൃതമായി കുടിയേറിയ ഇസ്രായേൽ പൗരന്മാർക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കി. ഗസയിലെ വെടിനിർത്തൽ 3ാം ദിവസത്തിലേക്ക്. തെക്കൻ ഗസയിലെ റഫയിൽ ഇസ്രായേലി സൈന്യം നടത്തിയ വെടിവയ്പിൽ ഒരു കുട്ടിയടക്കം 3 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗസയിലെ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് 137 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഗസ വെടിനിർത്തലിനെ തുടർന്ന് ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകളിലേക്ക് മാത്രമായി ആക്രമണം പരിമിതപ്പെടുത്തുമെന്ന് യമനിലെ ഹൂതികൾ. വെടിനിർത്തലിന്റെ 3 ഘട്ടങ്ങളും പൂർത്തിയാകുന്ന പക്ഷം ഇസ്രായേലി കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കുമെന്നും ഹൂതികൾ. യുഎസിലെ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറിയായി മാർക്കോ റൂബിയോയെ നിയമിച്ചു. പുതിയ ഭരണത്തിന് ചേംബർ അംഗീകാരം നൽകുന്ന ആദ്യത്തെ ഉയർന്ന ക്യാബിനറ്റ് ഉദ്യോഗസ്ഥനാണ് മാർക്കോ റൂബിയോ. തെക്കൻ തായ്വാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.4 തീവ്രത. 27 പേർക്ക് പരിക്കെന്ന റിപ്പോർട്ടുകൾ. തലസ്ഥാനമായ തായ്പേയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം. ഇസ്രയേലിൽ 21 അനധികൃത താമസക്കാരെ ഭക്ഷ്യ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതായി കണ്ടെത്തി. കസ്റ്റഡിയെടുത്തവരിൽ 16 പുരുഷന്മാരും 5 സ്ത്രീകളും. ടിക്ടോക്ക് നിരോധനം താൽക്കാലികമായി നീട്ടിവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 75 ദിവസത്തേക്കാണ് നിരോധനം നടപ്പാക്കുന്നത്. എന്നാൽ ടിക്ടോക്കിന്റെ ഭാവിയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തടങ്കലിൽ കഴിയുന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ ഇന്ന് ഭരണഘടനാ കോടതിക്ക് മുന്നിൽ ഹാജരാകും. കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയൻ കോടതി യൂനിന്റെ തടങ്കൽ 20 ദിവസത്തേക്ക് നീട്ടിയിരുന്നു. പാനമ കനാലിന്റെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം തള്ളി. പാനമ പ്രസിഡന്റ് ജോസ് റൗൾ മുലിനോ. ഷിപ്പിംഗ് ചാനലിന് മേലുള്ള രാജ്യത്തിന്റെ പരമാധികാരം ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപനം. യൂറോപ്യൻ യൂണിയന് പുറത്തുള്ളവർ വസ്തു വാങ്ങുന്നത് നിരോധിക്കാൻ ഒരുങ്ങി സ്പെയിൻ. നടപടി റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയാൻ. ഫെബ്രുവരി 1 മുതൽ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മേൽ നികുതി ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. 25% അധിക നികുതിയാണ് ചുമത്തുക. ചൈനയ്ക്ക് മേൽ ചുമത്തുന്ന നികുതിയിൽ തീരുമാനമായില്ല. കൊളംബിയയിലെ വിമത സംഘർഷത്തിൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് 20 പേർ. സംഘർഷത്തെ തുടർന്ന് 11,000 പേർ പലായനം ചെയ്തു. ഭിന്നതയെ തുടർന്ന് തെക്ക് കിഴക്കൻ കൊളംബിയയിലെ വിമത സംഘം പിളർന്നതിനെ തുടർന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ US കാനഡ അതിർത്തിയിൽ വെടിവെപ്പ്. വെർമൂണ്ടിലുണ്ടായ വെടിവെപ്പിൽ അതിർത്തി രക്ഷാ സേനാംഗം കൊല്ലപ്പെട്ടു. പ്രതിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. തായ്വാൻ അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. രാജ്യാതിർത്തിയിൽ നിന്ന് 9 ചൈനീസ് വിമാനങ്ങളും 6 കപ്പലുകളും തായ്വാൻ കണ്ടെത്തി. അണ്ടർ ന്യൂസിലേക്ക് തിരികെ ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. ഹ്യുണ്ടായി ഇന്ത്യയുടെ 3ാമത്തെ ഇലക്ട്രിക് മോഡലായി ക്രെറ്റ EV വിപണിയിലെത്തി. ഡൽഹിയിലെ പ്രഗതി മൈതാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് SUV അവതരിപ്പിച്ചത്. 17.99 ലക്ഷം രൂപ മുതലാണ് വില. ലും ആപ്പിളിനെ പിന്തള്ളി ആഗോള ഫോൺ വിപണിയിൽ ഒന്നാമനായി ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ്. 2024 19% മാർക്കറ്റ് ഷെയറുമായാണ് സാംസങ് 1ാം സ്ഥാനത്ത് തുടരുന്നത്.
ഇന്ത്യയിലേക്കുള്ള ചൈനീസ് ടെക് കയറ്റുമതിയിൽ നിയന്ത്രണം ഇലക്ട്രോണിക്സ്, സോളാർ പാനലുകൾ, EV തുടങ്ങിയ മേഖലകളിൽ. ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് അംബാനിയുടെ കാമ്പക്കോള ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യൻ, ആഫ്രിക്കൻ വിപണികളിലേക്ക് കൂടി എത്തിക്കുകയാണ് റിലയൻസ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിലയുറപ്പിച്ച് സ്വർണം. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 7,450 രൂപയും പവന് 59,600 രൂപയിലുമാണ് വ്യാപാരം. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി അമേരിക്ക. ഉത്തരവിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. 1 വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണ പിന്മാറ്റം, സാമ്പത്തിക സഹായം നിർത്തലാക്കും. ന്യൂസിൽ ഇനി കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് മിന്നും ജയം. 1-3 ഗോളിന് വൂൾഫ്സിനെ തോൽപ്പിച്ചു. ജയത്തോടെ ചെൽസി ലീഗിൽ 4ാമത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് 7ാം റൗണ്ട് പോരാട്ടങ്ങൾ ഇന്ന് മുതൽ. ബാഴ്സലോണ, ലിവർപൂൾ, അത്ലറ്റിക്കോ മാഡ്രിഡ് ടീമുകൾ ഇന്ന് കളത്തിൽ. രാത്രി 1:30 എല്ലാ മത്സരങ്ങളും. ISLൽ ഇന്ന് ചെന്നൈയിൻ FC മോഹൻ ബഗാൻ പോരാട്ടം. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. സൗദി പ്രോ ലീഗ് ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്നിറങ്ങും. രാത്രി 8:20 നടക്കുന്ന മത്സരത്തിൽ അൽ ഖലീജാണ് എതിരാളികൾ. നിലവിലെ ചാമ്പ്യന്മാരായ അൽ ഹിലാലിനും ഇന്ന് മത്സരമുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് നിലവിലെ ജേതാവ് അരീന സബലങ്കെ കളത്തിൽ. 3ാം സീഡ് കോക്കോ ഗഫ് ക്വാർട്ടറിൽ തോറ്റ് പുറത്ത്. ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പരയ്ക്ക് നാളെ തുടക്കം. ആദ്യ മത്സരം രാത്രി 7-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ. ആകെ 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. പരിമിത ഓവർ ക്രിക്കറ്റിൽ ഹാരി ബ്രൂക്ക് ഇംഗ്ലണ്ടിന്റെ ഉപനായകനാകും. ഇന്ത്യൻ പര്യടനത്തിൽ ആദ്യ മത്സരത്തിന് മുൻപാണ് പ്രഖ്യാപനം. ജോസ് ബട്ട്ലറാണ് ടീം ക്യാപ്റ്റൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ സെമി ലക്ഷ്യമിട്ട് ബൊപ്പണ്ണ സഖ്യം അല്പസമയത്തിനകം കളത്തിൽ. രോഹൻ ബൊപ്പണ്ണ, ഷാൻ സഖ്യം ഓസ്ട്രേലിയൻ ജോഡിയെ നേരിടും. ഇത് നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന പ്രാവിൻകൂട് ഷാപ്പിലെ ഗാനം പുറത്ത്. വിഷ്ണു വിജയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഡാപ്സി വിഷ്ണു എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. റാം സംവിധാനം ചെയ്യുന്ന 7 കടൽ 7 മല ചിത്രത്തിലെ ട്രെയിലർ പുറത്ത്. നിവിൻ പോളി, അഞ്ജലി എന്നിവർ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ. മൻമോഹൻ സംവിധാനം ചെയ്യുന്ന ഒരു ജാതി ഒരു ജാതകം ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്ത്. വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ, സയനോര എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തും. ഈ മാസം 31-ന് ചിത്രം തിയേറ്ററുകളിൽ. കുഞ്ചാക്കോ ബോബൻ പോലീസ് വേഷത്തിലെത്തുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പുറത്ത്. ഫെബ്രുവരി 20-ന് ചിത്രം വേൾഡ് വൈഡ് റിലീസ് ചെയ്യും. പ്രിയാമണിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഇമോഷണൽ ക്രൈം ഡ്രാമയായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തുന്ന പൊന്മാൻ സിനിമയുടെ ട്രെയിലർ പുറത്ത്. ജ്യോതിഷ് ശങ്കറാണ് സംവിധാനം. ഈ മാസം 30-ന് ചിത്രം തിയേറ്ററുകളിൽ. വൈറൽ ട്രെൻഡ്സ്. വൈറലായി നടി ഷംന കാസിമിന്റെ ഡാൻസ് വീഡിയോ ഏറ്റെടുത്ത് സൈബറിടം. ഹരികൃഷ്ണൻ സിനിമയുടെ റിക്രിയേഷൻ വീഡിയോയുമായി യുവാക്കൾ. വീഡിയോ സൈബറിടത്ത് വൈറലായി നിവിൻ പോളിയുടെ വീഡിയോ ഏറ്റെടുത്ത് ആരാധകർ. തകർപ്പൻ ഡാൻസുമായി യുവതികൾ. വീഡിയോ ഏറ്റെടുത്ത് നെറ്റിസൺസ്. ഫാക്ട് ചെക്കിലേക്ക്. ചെക്കെഴുതാൻ കറുത്ത മഷി ഉപയോഗിക്കുന്ന RBI നിരോധിച്ചെന്ന വാർത്ത വ്യാജം. ചെക്കെഴുതുന്ന മഷിയുടെ നിറവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊന്നും RBI പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗത്തിന്റെ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസ്.
അണ്ടർ 19 വനിതാ ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് തകർപ്പൻ ചെയ്യാം. മലേഷ്യ 10 വിക്കറ്റിന് തകർത്തു. 32 റൺസ് വിജയലക്ഷ്യം വെറും 2.5 ഓവറിൽ മറികടന്നു. ഹാർട്രിക് ഉൾപ്പെടെ 5 വിക്കറ്റ് വീഴ്ത്തിയ വൈഷ്ണവി ശർമ്മയാണ് ഇന്ത്യയുടെ വിജയശില്പി. അഹമ്മദാബാദിലെ ഓക്സിജൻ പാർക്ക് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. ഓക്സിജൻ പാർക്കുകൾക്ക് പുറമെ വെർട്ടിക്കൽ ഗാർഡനുകൾ ഉൾപ്പെടെ 303 പൂന്തോട്ടങ്ങളും പാർക്കിലുണ്ട്. തുർക്കിയിലെ സ്കീ റിസോർട്ട് ഹോട്ടലിൽ വൻ തീപിടുത്തം. 10 പേർ മരിച്ചു, 32 പേർക്ക് പൊള്ളലേറ്റെന്ന് റിപ്പോർട്ടുകൾ. തിബറ്റിൽ ഭൂചലനം 4.6 തീവ്രത രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ഫാർമസിസ്റ്റ് കസ്റ്റഡിയിൽ. ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ താൽക്കാലിക ഫാർമസിസ്റ്റ് തുമ്പോളി സ്വദേശി ശരത്താണ് പിടിയിലായത്. കോഴിക്കോട് കുന്നമംഗലത്ത് വൻ മയക്കുമരുന്ന് വേട്ട. ഉമ്മളത്തൂർ സ്വദേശി അഭിനവ്, മഞ്ചേശ്വരം സ്വദേശി മുസമ്മിൽ എന്നിവരെ പിടികൂടി. ഇവരിൽ നിന്ന് 226 ഗ്രാം MDMA പിടിച്ചെടുത്തു.